blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയുള്ള ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള PV തോമസ് ആൻഡ് ആനി തോമസ്. ഇന്ന് ആനി തോമസിൻ്റെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആനി തോമസ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് തോമസ് എന്നീ സഹോദരനായി പ്രാർത്ഥിക്കും. താൻ ആഗ്രഹിക്കുന്നത് പോലെ ഗവൺമെൻറ്റിൽ ഒരു നല്ല പൊളിറ്റിക്കൽ പോസ്റ്റ് ലഭിക്കേണ്ടതിന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. മൂത്ത മകൾ ജോഫിക്ക് വേണ്ടിയും ഹസ്ബൻഡ് മജുവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ ജോമോൾക്ക് വേണ്ടിയും ഹസ്ബൻഡ് സന്ദീപിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് സ്വന്തം ഭവനം നൽകണമേ. ബിസിനസ്സിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങളെ കർത്താവെ അങ്ങ് ചൊരിയണമേ. ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജോഫിക്ക് സമ്പൂർണമായ സൗഖ്യം ഫൈബ്രോയിഡിൽ നിന്നും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലൂഷിക്കായി, കിയാരയ്ക്കായി, ടിയയ്ക്കായി, റിനയ്ക്കായി, ഇഥാനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ ഭാവിയെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. റിനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്കിൻ അലർജി സമ്പൂർണമായും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, കുടുംബത്തിൻ്റെ ഉത്തരാഖണ്ഡിലുള്ള പ്രോപ്പർട്ടി വിൽക്കുവാനും കേരളത്തിൽ സെറ്റിൽ ചെയ്യുവാനും കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഉത്തരാഖണ്ഡിലെ ഓരോ ജില്ലയിലും സുവിശേഷകരെ നിയമിക്കുവാൻ, അവിടെയുള്ള ജനത്തെ കർത്താവെ രക്ഷയിലേക്ക് നടത്തുവാൻ അങ്ങ് ഈ കുടുംബത്തെ കൈകളിൽ എടുത്തുപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്ത ഒരു കുടുംബത്തിന് വേണ്ടി, സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ബോംബെയിൽ നിന്നുള്ള ശശിധരൻ B പണിക്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. കുടുംബത്തിലെ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. മകൾ സിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജോലിയിൽ, കമ്പനിയിൽ നല്ല ഒരു പ്രൊഫൈലിൽ നല്ലൊരു ചാൻസ് കർത്താവ് കൊടുത്ത് എല്ലാ സ്ട്രെസ്സും അതുപോലെ കർത്താവെ ആരോഗ്യകരമായ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യമുണ്ടാകുവാൻ, നല്ല ഒരു പോസ്റ്റിലായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ശാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യവും അതുപോലെ കർത്താവ് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവത്തിൽ മുന്നിലേക്ക് പോകുവാൻ, വളരെ ശോഭനമായൊരു ഭാവി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുധയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യത്താൽ നിറയ്ക്കണമേ. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ലളിതാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെയും ആരോഗ്യത്താൽ നിറച്ച ദീർഘായുസ് കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊട്ടാരക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 18 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവുനന്ദ ഓഡിറ്റോറിയം, ഉദിയൻ കുളങ്ങര, അമരവിള. എനിക്കായി മരിച്ച കർത്തനേ,
ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളു യേശു പരാ. ശബ്ദത്തിൽ കൽവരി എല്ലാവരുടെയും ശബ്ദമുയരട്ടെ. എന്നെ സ്നേഹിപ്പാ ഒരിക്കൽ കൂടെ കൈകളെല്ലാം ഉയർത്തി വീശിക്കൊണ്ട് എല്ലാവരും Proverbs 8 സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 33 മുതൽ. Listen to my instruction and be wise. Do not disregard it. എൻ്റെ പ്രബോധനം കൈക്കൊണ്ട് ബുദ്ധിമാന്മാരാകുവിൻ, അതിനെ അവഗണിക്കരുത്. Blessed are those who listen to me, watching daily at my doors, waiting at my doorway. എൻ്റെ വാതിൽക്കൽ ദിനംപ്രതി കാവൽ കാത്തും എൻ്റെ വാതായനങ്ങളിൽ കാത്തിരുന്നും എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. For those who find me find life and receive favor from the Lord. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, യഹോവയിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. But those who fail to find me harm themselves. All who hate me love death. എന്നാൽ എന്നോട് പാപം ചെയ്യുന്നവൻ തന്റെ പ്രാണന് ദോഷം വരുത്തുന്നു, എന്നെ ദ്വേഷിക്കുന്നവൻ മരണത്തെ സ്നേഹിക്കുന്നു. So here എന്നോട് me is wisdom personified. ഇവിടെ പലതവണ എന്നോട് എൻ്റെ എന്ന് പറയുന്നത് ജ്ഞാനം തന്നോട് തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. In other words, wisdom is presented as a person. ഇവിടെ ജ്ഞാനം എന്ന കാര്യത്തെ ഒരു വ്യക്തിയോട് സാദൃശ്യപ്പെടുത്തി പറയുകയാണ്. In the whole chapter of Proverbs 8, wisdom is personified. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനത്തെ ഒരു വ്യക്തിക്ക് സമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. And here we read that those who find me, that means those who find wisdom, find life and receive favor from the Lord. ഇവിടെ നമ്മൾ കാണുന്നു, എന്നെ കണ്ടെത്തുന്നവൻ, എന്നെ എന്ന് ഉദ്ദേശിച്ചാൽ ജ്ഞാനം കണ്ടെത്തുന്നവൻ അനുഗ്രഹം പ്രാപിക്കും, ജീവനെ കണ്ടെത്തുന്നു, മാത്രമല്ല അവന് ദൈവത്തിൽ നിന്നും ദൈവിക അനുകൂലത ലഭിക്കുന്നു. James chapter 3, യാക്കോബ് 3-ാമത്തെ അധ്യായം 13 and 17. അതിന്റെ 13-17 വചനങ്ങൾ. Who is wise and understanding among you? Let them show it by their good life, by deeds done in the humility that comes from wisdom. നിങ്ങളിൽ ജ്ഞാനവും വിവേകവും ഉള്ളവൻ ആർ? അയാൾ ജ്ഞാനലക്ഷണമായ വിനയത്തോടെ നല്ല ജീവിതം കൊണ്ട് തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. So this is talking about the heavenly wisdom. ഇത് സ്വർഗീയ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. 17, but the wisdom that comes from heaven is first of all pure, then peace-loving, considerate, submissive, full of mercy and good fruit, impartial and sincere. ഇനി 17-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലമായിരിക്കും, കൂടാതെ സമാധാനവും സൗമ്യതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലങ്ങളും നിറഞ്ഞതും പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതും ആയിരിക്കും. There are two kinds of wisdoms. രണ്ട് തരത്തിലുള്ള ജ്ഞാനമുണ്ട്. Worldly wisdom and godly wisdom. ലോകത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ജ്ഞാനവും. Apostle James is talking about
godly wisdom or heavenly wisdom. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. So many people want to have worldly wisdom. ഇന്ന് ലോകത്തിൽ ഒത്തിരി പേർക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനം സമ്പാദിക്കാൻ To ഇഷ്ടമാണ്. acquire worldly wisdom, they read daily newspapers. ഈ ലോകത്തിന്റെ ജ്ഞാനം ലഭിക്കാൻ ദിനംപ്രതി വർത്തമാന പത്രങ്ങൾ വായിക്കുന്നു. And they watch TV. TV കണ്ടുകൊണ്ടിരിക്കുന്നു. This channel, ഈ ചാനൽ Discovery Channel, ഡിസ്കവറി, then History Channel, ഹിസ്റ്ററി ചാനൽ കാണുന്നു, Animal Planet, അനിമൽ പ്ലാനറ്റ് കാണുന്നു, then all the world news, BBC, CBC, ABC, CDC. ABC, BBC, CDC എല്ലാ ന്യൂസ് They're വിടങ്ങളും watching all channels. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. And not only that, they read a lot of books. മാത്രമല്ല അവർ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്നു. I am not against all this. ഞാൻ ഇതിനൊന്നും എതിരല്ല. But പക്ഷേ there is a better wisdom. പക്ഷെ അതിനേക്കാൾ മേൽത്തരമായ ഒരു ജ്ഞാനമുണ്ട്. This wisdom is coming from heaven. ഞാൻ പറയുന്ന ജ്ഞാനം അത് സ്വർഗ്ഗത്തിൽ നിന്നാണ് വരുന്നത്. And how do you know this wisdom? എങ്ങനെ ഈ ജ്ഞാനം അറിയുവാൻ സാധിക്കും? This wisdom has so many specialities. ഈ ജ്ഞാനത്തിന് ഒത്തിരി സവിശേഷതകളുണ്ട്. Number one, humility comes from wisdom. ഒന്നാമത്തേത് ഈ ജ്ഞാനത്തിന്റെ അകത്തുനിന്ന് വിനയം കടന്നു വരുന്നു. If you are proud in yourself, you have no heavenly wisdom. നിങ്ങൾ സ്വയമായി അഹങ്കരിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ സ്വർഗീയ ജ്ഞാനം ഇല്ലേയില്ല. But if you are living in humility, പക്ഷെ നിങ്ങൾ വിനയത്തോടെ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ you have heavenly wisdom. സ്വർഗീയ ജ്ഞാനം നിങ്ങളിലുണ്ട്. Then there is a whole list given there. അവിടെ ഒരു നീണ്ട പട്ടിക കൊടുത്തിട്ടുണ്ട്. The heavenly wisdom is pure. സ്വർഗീയ ജ്ഞാനം നിർമ്മലമായിരിക്കും. Second one, it is peace loving. അത് സമാധാനം സ്നേഹിക്കുന്നതാണ്. If you are a man or a woman of heavenly wisdom, you will always seek for peace. നിങ്ങൾ ഒരു ദൈവിക ജ്ഞാനമുള്ള പുരുഷനോ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സമാധാനം അന്വേഷിക്കുന്ന, സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും. Wherever you go, there will be peace. നിങ്ങൾ എവിടെ പോയാലും അവിടെ സമാധാനം ഉണ്ടാകും. Jesus appeared before the disciples and said, "Peace be upon you." യേശു തന്റെ ശിഷ്യന്മാർക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കും. Then the heavenly wisdom will be considerate. സ്വർഗീയ ജ്ഞാനത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് മറ്റുള്ളവരെ പരിഗണിക്കുന്നതാണ്. Then it will be submissive. അത് കീഴടങ്ങിയിരിക്കുന്നതാണ്. And full of mercy. അത് കരുണ നിറഞ്ഞതാണ്. And good fruit. സൽഫലങ്ങളാൽ നിറഞ്ഞതാണ്. Impartial. അത് പക്ഷപാതമില്ലാത്തതാണ്. And sincere. അത് കാപട്യമില്ലാത്തതാണ്. Hallelujah. ഹല്ലേലൂയ. So if you try to acquire this wisdom, നിങ്ങൾ ഈ ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രമിക്കുമ്പോൾ God will be pleased with you. കർത്താവ് നിങ്ങളിൽ പ്രസാദിക്കും. The favor of the Lord will increase you. കർത്താവിന്റെ അനുകൂലത വർദ്ധിക്കും. So you have a question. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. I know your question. എനിക്ക് നിങ്ങളുടെ ചോദ്യം അറിയാം. How will I get this heavenly wisdom? ഈ സ്വർഗീയ ജ്ഞാനം എനിക്ക് എങ്ങനെ കിട്ടും? The answer is given there. ഇവിടെ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. The Bible says, if anybody lacks wisdom, ask to God, He will give you the heavenly wisdom. ആർക്കെങ്കിലും ജ്ഞാനം കുറവെങ്കിൽ അത് ധാരാളമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കുവിൻ, അവൻ നിങ്ങൾക്ക് ധാരാളമായി നൽകും. That means your whole prayer list should change. അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രാർത്ഥനയിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ആ ലിസ്റ്റ് മാറണം. Many of you pray for your dog. നിങ്ങൾ പല ആളുകളും സ്വന്തം വീട്ടിലെ പട്ടിക്ക് വേണ്ടി pray for the donkey. കഴുതയ്ക്ക് വേണ്ടി and the monkey. കുരങ്ങിന് വേണ്ടി and the cow. പശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. and for so many other things. ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ. But pray for wisdom. പക്ഷേ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Hello. When you start praying for wisdom, നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ slowly there will come a change internally. നമ്മുടെ അകത്ത് സ്വതവേ ഒരു വ്യത്യാസം അനുഭവപ്പെടും, മാറ്റം അനുഭവപ്പെടും. You will start seeing things with a different eye. നിങ്ങൾ വ്യത്യസ്തമായ കണ്ണുകളോടുകൂടി കാര്യങ്ങൾ കാണാൻ തുടങ്ങും. Why? Because the heavenly wisdom is slowly settling down. കാരണം സ്വർഗീയ ജ്ഞാനം നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വസിക്കുകയാണ്. It will not be coming to you as a bolt from the blue, but it will come slowly and settle down in your character. അത് വലിയൊരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി പെട്ടെന്ന് പൊടുന്നതിനല്ല നിങ്ങളിലേക്ക് വന്നു തരുന്നത്, പക്ഷെ ക്രമേണ നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് അത് നുഴഞ്ഞു കയറി നിങ്ങളിലേക്ക് അത് പതിയും.
Hallelujah. ഹല്ലേലൂയ. So pray for wisdom on a daily basis. എല്ലാ ദിവസവും സ്വർഗീയ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Number 10. 10. Keeping the word of God richly in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം നിറക്കുക. Our hearts should be full of God's word. നമ്മളുടെ ഹൃദയം ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞതായിരിക്കണം. God says, your thoughts are not my thoughts. ദൈവം പറയുന്നു, നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ. Your thoughts are human thoughts. നിങ്ങളുടെ ചിന്തകൾ മാനുഷിക ചിന്തകളാണ്. And your plans are not my plans. നിങ്ങളുടെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ. Your plans are human plans. നിങ്ങളുടെ പദ്ധതികൾ മാനുഷികമായ പദ്ധതികളാണ്. Your thoughts are inferior thoughts. നിങ്ങളുടെ ചിന്തകൾ താഴ്ന്ന ചിന്തകളാണ്. Your plans are inferior plans. നിങ്ങളുടെ പദ്ധതികൾ കുറഞ്ഞ പദ്ധതികളാണ്. But my thoughts are higher thoughts. പക്ഷേ എൻ്റെ ചിന്തകൾ ഉന്നതമാണ്. My plans are higher plans. എൻ്റെ പദ്ധതികൾ വളരെ ഉന്നതമാണ്. My thoughts and my plans are to give you a very good future. എൻ്റെ പദ്ധതികളും എൻ്റെ ചിന്തകളും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഭാവി തരുവാനാണ്. But your plans and your thoughts, you think that it is good for you, but it will lead only to death. നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടെ സ്വന്തമായ വഴികളും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന്, പക്ഷേ അത് മരണത്തിലേക്കായിരിക്കും നയിക്കുന്നത്. God is speaking to someone now. ഇപ്പോൾ ദൈവം ചില ആളുകളോട് സംസാരിക്കുകയാണ്. I know in my spirit. എൻ്റെ ആത്മാവിൽ എനിക്കതറിയാം. God is speaking to you. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So set aside your thoughts and your plans to one side. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പദ്ധതികളും ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. Receive God's thoughts. ദൈവത്തിന്റെ ചിന്തകളെ ആലിംഗനം ചെയ്യുക. Receive His plans. അവന്റെ പദ്ധതികളെ ആലിംഗനം ചെയ്യുക. Fill your hearts with His thoughts. അവന്റെ ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുക. Where do you get His thoughts? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ചിന്തകൾ ലഭിക്കുക? It's in the Word of God. അത് ദൈവ വചനത്തിനകത്താണ്. Store. Fill your heart with God's word. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. Hallelujah. ഹല്ലേലൂയ. Proverbs chapter 3. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 1, 2, 3, 4. 1, 2, 3, 4 വചനങ്ങൾ. My son, do not forget my teaching, but keep my commands in your heart, for they will prolong your life many years and bring you peace and prosperity. Let your love and faithfulness never leave you. Bind them around your neck. Write them on the tablet of your heart. Then you will win favor and a good name in the sight of God and man. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും ജീവന്റെ സംവത്സരങ്ങളും സമാധാനവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്. അവയെ നിന്റെ കഴുത്തിൽ അണിയുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ അവയെ എഴുതുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവദൃഷ്ടിയിലും മനുഷ്യദൃഷ്ടിയിലും കൃപയും സൽപ്പേരും നേടും. Hallelujah. This is an advice from King Solomon. ഇത് ശലോമോൻ രാജാവിൽ നിന്നുള്ള ഒരു ഉപദേശമാണ്. He says, my son, do not forget my teaching. അവൻ പറയുകയാണ്, മകനെ, എൻ്റെ ഉപദേശം നീ മറക്കരുത്. We all are very good in forgetting things. നമ്മൾ എല്ലാവരും മറക്കുന്നതിൽ മിടുക്കന്മാരാണ്. Some of us, we have taken PhD in forgetting things. ചില ആളുകൾ മറക്കുന്ന കാര്യത്തിൽ PhD എടുത്തിട്ടുണ്ട്. Quickly we forget everything. പെട്ടെന്ന് നമ്മളെല്ലാം മറന്നു പോകുന്നു. Now this is about the mother of Jesus. ഇത് യേശുവിന്റെ അമ്മയെ കുറിച്ചാണ്. Jesus was born. യേശു ജനിച്ചു. And before that the angel came. അതിനു മുൻപായി ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. Angel spoke many things. ഒത്തിരി കാര്യങ്ങൾ ദൂതൻ പറഞ്ഞു. And the Bible says, വചനം പറയുന്നു, Mary stored up everything in her heart. മറിയ അവളുടെ ഹൃദയത്തിൽ ദൂതൻ പറഞ്ഞതെല്ലാം സംഗ്രഹിച്ചു വെച്ചു. That means anytime she can recollect it. അതിന്റെ അർത്ഥം ഏത് സമയത്ത് വേണമെങ്കിലും അവൾക്ക് അതിൽ നിന്ന് ഓർത്തെടുക്കാം.
ബ്രദറെ, ലതീഷ്, ഷൈജ, ഈ ദമ്പതികൾക്ക് 2 പേർക്കും യേശു കർത്താവ് അത്ഭുതം ചെയ്തു. ലതീഷ് ഒരു ടൈൽസിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം 6 വർഷമായിട്ട് ഈ വർക്കിലുണ്ട്. സഹോദരൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ശ്വാസമുട്ടായിരുന്നു. കാരണം ഈ ടൈൽസിൻ്റെ വർക്ക് ചെയ്തത് കൊണ്ടിട്ട് ഡസ്റ്റ് അലർജി വന്നിരുന്നു. ഡസ്റ്റ് അലർജി വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞ് ഈ ജോലിയിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പൊടി ചെല്ലുന്നത് കൊണ്ടിട്ട് ശ്വാസമുട്ട് രോഗം വർദ്ധിക്കാൻ ഇടയുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മരുന്നുകൾ കഴിച്ചു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം ഇതേപോലെ തന്നെ രാവിലെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമിയൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആസ്മ മൂലം ഭാരപ്പെടുന്ന, ശ്വാസമുട്ട് മൂലം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ, അത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഡസ്റ്റ് അലർജി മൂലം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു തൊടുന്നു, സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സഹോദരൻ പറയുന്നത് അതിനുശേഷം ഇന്ന് വരെ ഏകദേശം 7 മാസത്തോളമായി ഇന്ന് വരെ എനിക്ക് ശ്വാസമുട്ടുന്ന രോഗം ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും യേശു എന്നെ സൗഖ്യമാക്കി. ഇപ്പോഴും അതേ ജോലി തന്നെ ഞാൻ തുടരുന്നു. ഈ സഹോദരിക്കുള്ള അത്ഭുതം എന്ന് വെച്ചാൽ, ഈ സഹോദരിയുടെ കയ്യിലിരിക്കുന്ന 2ാമത്തെ കുഞ്ഞിന് ഏകദേശം 6 മാസം വയറ്റിലായിരുന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നു, സ്കാൻ ചെയ്തു. ആ സമയത്ത് കുഞ്ഞിൻ്റെ ഭാരം വെറും 1 കിലോയായിരുന്നു. അപ്പോൾ ഡോക്ടർ അന്നൊരു പ്രോബ്ലം പറഞ്ഞിരുന്നു, ഭാരം വർദ്ധിക്കുന്നില്ല, കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണതയിലേക്ക് വരുന്നില്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഏകദേശം 8ാം മാസമായപ്പോൾ ഈ സഹോദരിക്ക് കഠിനമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാൻ തുടങ്ങി. ആദ്യത്തെ കുഞ്ഞിനെയും ഇതുപോലെ തന്നെ 8ാം മാസമായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്ലസൻ്റ ഇറങ്ങി വരുമായിരുന്നു. അത് തന്നെ ആയിരിക്കാം ഇതെന്ന് കണ്ടിട്ട് ഡോക്ടർ ഉടനെ ലേബർ റൂമിലേക്ക് കയറ്റി ഈ കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങളായി. ഈ സഹോദരിക്ക് മരുന്ന് അപ്ലൈ ചെയ്തു, ട്രിപ്പ് കൊടുത്തു. എങ്കിലും ഒരു പ്രസവത്തിന് വേണ്ടിയിട്ടുള്ളൊരു വേദന ആ സഹോദരിക്ക് വരുന്നില്ലായിരുന്നു. അപ്പോൾ ലേബർ റൂമിൽ കിടക്കുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, എല്ലാം ചെയ്യുന്നെങ്കിലും വേദനയില്ല. ഡോക്ടർക്ക് ആകെ കോംപ്ലിക്കേറ്റഡായി. ഈ സഹോദരിയുടെ അമ്മ ഇവിടെ ആരാധനയ്ക്ക് വരുന്ന അമ്മച്ചിയാണ്. ഉടനെ തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് അമ്മച്ചി വിളിച്ചു. ഇങ്ങനെ മകളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പ്രെയർ കോൾ സെൻറ്ററിൽ നിന്നുകൊണ്ട് തിരിച്ചൊരു മറുപടി അങ്ങോട്ടേക്ക് കൊടുത്തു. ഇന്ന് വൈകിട്ട് 3:30 നിങ്ങളുടെ മകൾ പ്രസവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത്ഭുതം എന്നുള്ളതാണ്. എക്സാക്ട്ലി ആ 3:30 മണിക്ക് ഈ മകൾ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരു സുഖപ്രസവം എന്നോണം ഈ കുഞ്ഞ് പുറത്തേക്ക് വന്നു. 1 കിലോഗ്രാം മാത്രം തൂക്കമായിരുന്ന കുഞ്ഞിന് പുറത്തു വന്നപ്പോൾ 2.6 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. വളരെ നോർമൽ ഡെലിവറി ആയിട്ട് യേശു കർത്താവ് അതിനെ മാറ്റി. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ചില എപ്പിസോഡുകളെല്ലാം ആഴ്ചകൾക്ക് മുൻപേ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ദൈവം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സലിഞ്ഞ് അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ചെല്ലുമ്പോൾ കോരിത്തെരിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. ഇതുപോലെ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് പോലെ പലരും വിശ്വാസത്തോടെ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ട സമയത്ത് അവർ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ യേശു അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. പലതും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പലരെയും ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ യേശു അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൈകൾ രണ്ടും ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച്, കർത്താവെ, ഇപ്പോൾ രോഗികൾ പരിപൂർണമായും സൗഖ്യമാകാൻ തുടങ്ങട്ടെ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടെല്ലിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തി കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. അതുപോലെ ഇടത്തെ ബ്രസ്റ്റിൽ ലംബുള്ള, വല്ലാതെ അതിനാൽ പ്രയാസപ്പെടുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ചില സഹോദരിമാർ ഫേസ് ചെയ്യുന്ന ബ്ലീഡിംഗ് പ്രോബ്ലം കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. 12 വർഷം രക്തസ്രവമുള്ളൊരു സ്ത്രീയെ യേശു സൗഖ്യമാക്കി. അതുപോലെ ഇന്നും കർത്താവ് അതിൽ കുറവോ കൂടുതലോ ആകാം, കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൻ്റെ ഉള്ളംകാലിൽ അടിയിൽ ഏകദേശം 1 രൂപ വട്ടത്തിൽ പഴുപ്പ് വന്ന്
ഉണങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തി, പ്രായമുള്ളൊരു സഹോദരൻ, യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായി അത് ഉണങ്ങിപ്പോകട്ടെ. പല പ്രാവശ്യം ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് പസ് എടുത്ത് കളയുന്നത്, പക്ഷേ പൂർണ്ണമായി ഉണങ്ങുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായും ഉണങ്ങിപ്പോകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ക്യാൻസർ വിവിധ രീതിയിലുള്ള സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവേ, അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ. താങ്ക് യു ലോർഡ്. രോഗമെന്തെന്ന് കണ്ടെത്താൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും സൗഖ്യം നടക്കട്ടെ. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവെ അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഹു ഇസ് ലൈക്ക് അൺസ്റ്റേബിൾ ആസ് വാട്ടർ ആൻഡ് നോട്ട് എക്സൽ? ഓപ്ഷൻസ്: എ ശിമയോൻ, ബി ലേവി, സി റൂബേൻ, ഡി യോസേഫ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഓയം ബുക്സ് ആണ്.